ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി നടത്തുന്ന ഒരുപാട് പേര് നമുക്കറിയാം. അവരൊക്കെ നോർമലി കൂടുതൽ ശ്രദ്ധ ചെലുത്താത്തൊരു ഏരിയയാണ് ഇൻറ്റേർണലിയുള്ള ERP, അല്ലെങ്കിൽ ഇൻറ്റേർണലി നമ്മുടെ എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യാനും അവരെ മോണിറ്റർ ചെയ്യാനും, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ പ്രൊജക്റ്റ് ഹാൻഡിൽ ചെയ്യാനും, അതിൻ്റെ ടാസ്ക് മാനേജ്മെൻറ്റ്, ടൈം ഷീറ്റ് മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻറ്റേർണൽ കമ്പനിയുടെ ഉള്ളിൽ ഒരു ERP സെറ്റപ്പ് ചെയ്തിട്ട് ചെയ്യാത്ത ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ അതിന് ഒടുവ് നമുക്ക് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് പോയിൻ്റ് ടു പോയിൻ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ഡോക്ക് കാണിക്കാം. ഇതിൽ നമുക്ക് ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ഉണ്ട്. ആ മൊഡ്യൂളുകൾ എന്തൊക്കെ രീതിയിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിലേക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നോർമലി ഒരു കമ്പനിയാണെങ്കിൽ അവർക്ക് എൻക്വയറി വരും ബൈ ഇമെയിൽ, അല്ലെ വെബ്സൈറ്റ്, ലാൻഡിംഗ് പേജ്, ചാറ്റ് ബോട്ട്, അങ്ങനെ പല മീഡിയം വഴി എൻക്വയറി വന്നു കഴിഞ്ഞാൽ ആ എൻക്വയറി ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി, ഞാനിപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി നടത്തുന്ന ഒരാളാണെങ്കിൽ ആ സ്കോപ്പും കാര്യങ്ങളൊക്കെ നോക്കും. അവരുമായിട്ട് മീറ്റിംഗ് നടത്താം, മീറ്റിംഗ് നടത്താതിരിക്കാം. ദെൻ അതിന് ഒരു കൊട്ടേഷൻ കൊടുക്കും കസ്റ്റമർക്ക്. ആദ്യം കൊട്ടേഷൻ കൊടുത്തതിന് ശേഷം അവർ അഗ്രീഡ് ആണെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ആ വർക്കിൽ സ്കോപ്പ് ഡിഫൈൻഡ് ആയിരിക്കും. ആ സ്കോപ്പിലുള്ള പല കാര്യങ്ങൾ പല ആൾക്കാർക്ക് ഡിഫൈൻ ചെയ്യും, അസൈൻ ചെയ്ത് കൊടുക്കും. ഇൻ ബിറ്റ്വീൻ ഫൈനാൻസിൻ്റെ സൈഡിൽ നിന്ന് മേ ബി അഡ്വാൻസ് പേയ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ മൈൽ സ്റ്റോൺ, അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് ടേംസിന് പ്രകാരം കളക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വർക്കിൻ്റെ കാര്യങ്ങളാണ്, പല വർക്കുകൾ ചെയ്യുന്നു. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ടാവാം, ചില നമ്മളെ ഓൺ എംപ്ലോയീസ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ വർക്ക് ഡെലിവർ ചെയ്യുന്നു, ബാക്കി പേയ്മെൻറ്റ് കിട്ടുന്നു. അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഇത് ഫ്രം ലീഡ് കിട്ടുന്നത് മുതൽ വർക്കിൻ്റെ ഫൈനൽ ഡെലിവറിയും അതിൻ്റെ ഫൈനൽ പേയ്മെൻറ്റ് വരെയുള്ള ആ ഒരു കംപ്ലീറ്റ് പ്രൊസീജിയർ നമുക്ക് ഒടുവിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്, ഈവൻ വിത്തൗട്ട് എനി അഡീഷണൽ കസ്റ്റമൈസേഷൻ. 1 by 1 എടുക്കാം. ഇപ്പം ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ള CRM ലീഡ് മാനേജ്മെൻ്റ് ആണ്. ഇപ്പോൾ CRM ഒടുവിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് CRMൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ പറ്റും. CRM എടുക്കുമ്പോൾ ഇവിടെ ലീഡ് ക്രിയേറ്റ് ചെയ്യാം, പുതിയ ലീഡുകൾ ജനറേറ്റ് ചെയ്യാം, അതിൻ്റെ പ്രോബബിലിറ്റി കൊടുക്കാം, കസ്റ്റമർ ഡീറ്റെയിൽസ് കൊടുക്കാം, സെയിൽസ് പേഴ്സൺ ആരാന്നുള്ളത് അവർ കൊടുക്കാം, പ്രയോറിറ്റി അസൈൻ ചെയ്യാൻ പറ്റും. ദെൻ എക്സ്ട്രാ ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പയിന്, ഇത് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് വരും ഏത് മീഡിയം ത്രൂ ആണ് നമുക്ക് ഈ ലീഡ് വന്നിട്ടുള്ളത്. ഇപ്പം കാസൊക്കെ അറിയാലോ, മീൻസ് CAC, കോസ്റ്റ്, ക്ലയൻറ്റ് അക്വസിഷൻ കോസ്റ്റ്. നമുക്കൊരു ഒരു ക്ലയൻറ്റിനെ അക്വയർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ അതുപോലെ തന്നെ CPL, കോസ്റ്റ് പെർ ലീഡ്, അങ്ങനത്തെ ഒരുപാട് KPIs നമ്മൾ മോണിറ്റർ ചെയ്യാറുണ്ട്, നോക്കാറുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡാറ്റ ഒക്കെ നമുക്ക് ഇതിൽ തന്നെ കിട്ടും. ഒരു ലീഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ കൺവേർട്ട് ആവാൻ ലീഡിൽ നിന്ന് അതൊരു ഡീല് അല്ലെങ്കിൽ ഒരു സെയിൽ ക്ലോസിങ്ങിലേക്ക് വരാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്ര കോസ്റ്റ് വന്നിട്ടുണ്ടെന്നൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക്കലി CRM ലീഡിൽ നമ്മൾ ചെയ്യുന്നത് ക്യാപ്ചർ ലീഡ്സ് ഫ്രം വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ, ക്യാമ്പയിൻസ് ആൻഡ് റെഫറൽസ് ഇൻ വൺ പ്ലേസ്. അപ്പോൾ ലീഡ് വരാനുള്ള ഏരിയകൾ, അപ്പം CRM ലീഡ് വരിക. അതിന് നമുക്ക് വെബ്സൈറ്റ് എന്ന് പറഞ്ഞ മൊഡ്യൂളുണ്ട്. വെബ്സൈറ്റിൽ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെബ്സൈറ്റ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. ഇവിടെ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻട്രോ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു സ്ലൈഡറിൽ ഹോം പേജ് ആഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് കരോസൽസ് ആഡ് ചെയ്യാം, സർവീസിൻ്റെ പേജ് ആഡ് ചെയ്യാം. അതേപോലെ ഉള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വിത്തൗട്ട് കോഡിംഗ് നോളജ് നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് ലാൻഡിംഗ് പേജ് വേണമെന്നുണ്ടെങ്കിൽ ലാൻഡിംഗ് പേജ് ആഡ് ചെയ്യാം. ഇവിടെ കോൺടാക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം, സർവീസ് റിക്വസ്റ്റ് കൊടുക്കാം. ഇപ്പോൾ സർവീസ് റിക്വസ്റ്റിന് ഒരു പേജ് ഉണ്ടെങ്കിൽ ഇതുപോലെ ലാൻഡിംഗ് പേജ് ചെയ്തതിന് ശേഷം നമുക്ക് അത് സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് ലീഡ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ദെൻ ആ വെബ്സൈറ്റിൽ നിന്ന് ഡാറ്റ വരും. അതുപോലെ തന്നെ ഇവിടെ ലൈവ് ചാറ്റ് ഉണ്ട്. ലൈവ് ചാറ്റ് ത്രൂ ഉണ്ടെങ്കിൽ അത് നമുക്ക് ലീഡായിട്ട് ചെയ്യാം. ദെൻ ഇമെയിലുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇമെയിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഇമെയിലിലേക്ക് എന്ത് വന്നു കഴിഞ്ഞാൽ അത് ലീഡാക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിലൊക്കെ CRMനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ മോഡ്യൂളുണ്ട്. ഈ സോഷ്യൽ മാർക്കറ്റിങ്ങിൽ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കണക്ട് ചെയ്യാൻ പറ്റും, ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചിട്ട് നമുക്ക് പോസ്റ്റ് മാനേജ് ചെയ്യാം. ഇത് ശരിക്കും വർക്ക് കൺഫേം ചെയ്തതിന് ശേഷം വരുന്ന രീതിയിലും ഹാൻഡിൽ ചെയ്യാം. അതേപോലെ ഇപ്പോൾ എൻ്റെ കമ്പനിയുടെ സോഷ്യൽ മീഡിയ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി, എൻ്റെ കമ്പനിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാനും ഇത് ചെയ്യാൻ പറ്റും. ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ നമുക്ക് പേഴ്സണൽ അക്കൗണ്ട്, ലിങ്ക്ഡിൻ പേഴ്സണൽ അക്കൗണ്ട് പോലും നമുക്ക് ഇതിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വിസിറ്റേഴ്സ് അതുപോലെ തന്നെ ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്യാം, അതിൻ്റെ ട്രാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ദെൻ ഇമെയിൽ മാർക്കറ്റിംഗ് ഉണ്ട്. ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് സെറ്റ് ചെയ്യാം. ദെൻ SMS മാർക്കറ്റിംഗ് ഉണ്ട്. അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ ഉണ്ട്. ഇത്രയും ടൂളുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട്, വെബ്സൈറ്റ് ലാൻഡിംഗ് പേജ് അടക്കം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് CRMലേക്ക് ലീഡ് വരുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ലീഡ് വന്നാൽ നമ്മൾ അടുത്ത് എന്താ ചെയ്യാം? ഒന്നുകിൽ ആ ലീഡിനെ
നമുക്ക് ആ ഒരു സ്റ്റേജിൽ തന്നെ വെച്ചിട്ട് ഇപ്പം ഒരാൾ ഫോണിൽ വിളിക്കുകയാണ്, എന്നിട്ട് ചോദിക്കുകയാണ്, ഓക്കെ എനിക്കൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ് ഓക്കെ 30,000 എനിക്ക് വേണം. കസ്റ്റമർ പറയുകയാണ് ഇത് എക്സ്പെൻസീവാണ് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് ലീഡ് ലോസ്റ്റ് ആവാണ്. അങ്ങോട്ട് ഒരു ആക്ടിവിറ്റി പോലും നടക്കുന്നില്ലെങ്കിൽ ഈ ലീഡ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു, ദെൻ ലോസ്റ്റ് കൊടുത്ത് എനിക്ക് റീസൺ കൊടുക്കുക ഇവിടെ ടു എക്സ്പെൻസീവ്, ദെൻ മാർക്ക് ആസ് ലോസ്റ്റ്. അപ്പോൾ ഒരു മാസത്തെ റിപ്പോർട്ട് എടുക്കുമ്പോൾ എത്ര ലീഡ് വന്നിട്ടുണ്ട്, അതിൽ എത്ര ലോസ്റ്റ് ആയിട്ടുണ്ട്, ലോസ്റ്റ് ആയതിൻ്റെ റീസൺ എന്താണ്, അതേപോലെ ഇത് കൺവേർട്ട് ചെയ്തിട്ട് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ എത്ര എണ്ണം പോയിട്ടുണ്ട്, എത്രത്തോളം നമുക്ക് കൊട്ടേഷൻ കൊടുത്തതുണ്ട്, കംപ്ലീറ്റ് ട്രാക്കിങ് നമുക്ക് ഈ ഒരു പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞ സ്ക്രീനിൽ നിന്ന് കാണാൻ പറ്റും ഇവിടെ. ഇപ്പോൾ ലീഡ് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, ലീഡ് കൺവേർട്ട് ടു ഓപ്പർച്യൂണിറ്റി ആക്കും. ഓപ്പർച്യൂണിറ്റി ആക്കിയതിന് ശേഷം അത് നമുക്കിവിടെ പൈപ്പ് ലൈനിൽ വരും. പൈപ്പ് ലൈനിൽ ഓരോ സെയിൽസ് പേഴ്സണും സെപ്പറേറ്റ് പൈപ്പ് ലൈൻ ഉണ്ടാവാം. അതേപോലെ തന്നെ സെയിൽസ് ടീമിനെ വെച്ചിട്ട് നമുക്ക് പൈപ്പ് ലൈന് ഗ്രൂപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇതിൽ ലിസ്റ്റ് വ്യൂ ഉണ്ട്, കലണ്ടർ വ്യൂ ഉണ്ട്, പിവറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാഫിക്കൽ വ്യൂ ഉണ്ട്, മാപ്പ് ഉണ്ട്, ദെൻ ആക്ടിവിറ്റി വ്യൂ ഉണ്ട്. അങ്ങനെ ലീഡ് വന്നു, അതിനെ ഓപ്പർച്യൂണിറ്റി ആക്കി. ദെൻ ഈ ലീഡ് നമുക്ക് ഒരു മീറ്റിംഗ് വേണം, റിക്വയർമെൻറ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നിക്കൽ ടീമായിട്ട് മീറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കലണ്ടർ മൊഡ്യൂൾ യൂസ് ചെയ്യാം. അപ്പോൾ ഈ കലണ്ടർ മൊഡ്യൂളും CRM-ഉം ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇപ്പോൾ നോ മീറ്റിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കലണ്ടറിൻ്റെ മൊഡ്യൂൾ ഓപ്പൺ ആയിട്ട് വരും. അവിടെ നമുക്ക് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാം. മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ ആവാം, ഓൺ സൈറ്റ് ആവാം. അതുപോലെ തന്നെ ഒടുവിൽ തന്നെ നമുക്ക് ടീംസും ഗൂഗിൾ മീറ്റൊക്കെ പോലത്തെ ഉള്ള ഒരു മൊഡ്യൂളുണ്ട് ഡിസ്കസ്. ഈ ഡിസ്കസ് പല ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട്. അതിൽ മീറ്റിംഗ് നമുക്കിവിടെ വീഡിയോ കോളും അല്ലെങ്കിൽ ഓഡിയോ കോളൊക്കെ വെച്ചിട്ട് മീറ്റിംഗും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈവൻ നമുക്ക് വാട്സപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. ലൈവ് ചാറ്റ്, വെബ്സൈറ്റിലുള്ള ലൈവ് ചാറ്റ് ഇതിലേക്ക് കണക്ട് ചെയ്യാം. AI ഇവിടെ ഉണ്ട്. ദെൻ ഡിസ്കസ് ഇസ് കമ്പയറിങ് ടു സ്ലാക്കിൻ്റെ ആ ഒരു ഫംഗ്ഷനാലിറ്റീസിലൊക്കെ നമുക്ക് ഡിസ്കസിനെ കൊണ്ടുവരാൻ പറ്റും. സ്ലാക്ക് എന്താണോ അതേപോലെ തന്നെ ഡിസ്കസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ആ ഒരു ഫംഗ്ഷനാലിറ്റീസ്. നമ്മൾ ഓപ്പർച്യൂണിറ്റി എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കൊട്ടേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ കൊട്ടേഷൻ കൊടുക്കും. ന്യൂ കൊട്ടേഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് സെയിൽസിൻ്റെ മൊഡ്യൂളിലേക്കാണ് പിന്നെ പോകുന്നത്. അവിടെ നമുക്ക് കസ്റ്റമറുടെ പേര് കൊടുക്കാം, പ്രൈസ് ലിസ്റ്റ് ഉണ്ട്, പേയ്മെൻറ്റ് ടേം, ഡെലിവറി ഡേറ്റ്, നമുക്കിവിടെ ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കാം. സർവീസ് ഐറ്റം ആണെങ്കിൽ സർവീസ് എന്ന് പുതിയൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. ഐറ്റം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഐറ്റത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അവർലി ആണോ, ഡെയിലി ആണോ, അല്ലെങ്കിൽ യൂണിറ്റ് ലംസം ആണെന്നൊക്കെ കൊടുക്കാം. ഈ സർവീസിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഇപ്പോൾ ഒരു സർവീസ്, ഒരു വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ സർവീസാണ്, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഒരു കൊട്ടേഷൻ ഒരാൾക്ക് കൊടുക്കുകയാണ്. കൊട്ടേഷൻ കൊടുത്തതിന് ശേഷം അയാൾ കൺഫേം ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചർ ഇത് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ആ പ്രൊജക്റ്റിൻ്റെ അണ്ടറിൽ ടാസ്ക് വരും. ആ ടാസ്ക് ഓരോരുത്തർക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഒരു വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് വർക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ ആദ്യം വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് വർക്ക് വന്നു കഴിഞ്ഞാൽ സ്കോപ്പൊക്കെ ഡിഫൈൻ ചെയ്തു, ഡോക്യുമെൻ്റ് ആക്കി, ക്ലയൻറ്റിൻ്റെ കൺഫർമേഷൻ കിട്ടി, അങ്ങനെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയി. പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ആ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് ടാസ്കിൻ്റെ സ്റ്റേജുകളുണ്ട്. ന്യൂ, ഇൻ പ്രോഗ്രസ്, ഡണ്ണ്. അപ്പോൾ ഇതാണൊരു ടാസ്ക് എങ്കിൽ, ഇപ്പോൾ വെബ്സൈറ്റിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ UI ആദ്യം ഡിസൈൻ അല്ലെങ്കിൽ വയർ ഫ്രെയിം ചെയ്യേണ്ടി വരും. ഡിപ്പെൻസ്. ഇനിയിപ്പോൾ ഒരു CMS ബേസ്ഡ് ആണെങ്കിൽ വേർഡ്പ്രസ് അല്ലെങ്കിൽ ഒരു CMS പ്ലാറ്റ്ഫോം ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ആര് ചെയ്യും, ആ ടാസ്ക് ആര് ചെയ്യും, അതിനുള്ള അലോക്കേറ്റഡ് അവേഴ്സ് എത്രയാണ്, അതിൽ അവരെത്ര അവേഴ്സ് കൺസ്യൂം ചെയ്തിട്ടുണ്ട്, എത്ര പ്രോഗ്രസ് പെർസെൻറ്റേജ് ആയിട്ടുണ്ട്, ആ ഒരു രീതിയിൽ അതിൻ്റെ സബ് ടാസ്കുകൾ. ഇപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പം ഡൊമൈൻ റിസർവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഡൊമൈൻ്റെ ക്രെഡൻഷ്യൽസ് വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ പല ആക്ടിവിറ്റീസ് വരും. അപ്പോൾ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ഇവിടെ ടാസ്ക് ആയിട്ട് ആഡ് ചെയ്യാം. ആ ടാസ്കിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അത്രയും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് പോകും. അപ്പോൾ നമ്മൾ കൊട്ടേഷൻ കൊടുത്തു, കൊട്ടേഷൻ്റെ ഉള്ളിൽ സർവീസ് ഐറ്റം ആഡ് ചെയ്തു. ദെൻ കൊട്ടേഷൻ്റെ പ്രിൻറ്റ് ഫോർമാറ്റ് നമ്മൾ അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇവിടുന്ന് കൊട്ടേഷൻ ഇമെയിൽ ഇൻ്റഗ്രേറ്റഡ് ആണെങ്കിൽ ഡയറക്റ്റ് ഒടുവിൽ തന്നെ നമുക്ക് കസ്റ്റമർക്ക് കൊട്ടേഷൻ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെൻഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് കസ്റ്റമർക്ക് കൊട്ടേഷൻ പോകുന്നു. അങ്ങനെ പിന്നെ അഡ്വാൻസ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ കസ്റ്റമർ പോർട്ടലുണ്ട്. കസ്റ്റമർ പോർട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മളെ റെഗുലർ ആയിട്ടുള്ള കസ്റ്റമറാണ്. അവർക്ക് യൂസർ നെയിം പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വർക്കിൻ്റെ സ്റ്റാറ്റസ്, ടാസ്കിൻ്റെ സ്റ്റാറ്റസ്, കൊട്ടേഷൻ, ഇൻവോയ്സ്, ഈ കാര്യങ്ങളൊക്കെ അവർക്ക് അവരുടെ പോർട്ടലിൽ വിസിബിൾ ആവും. CRM സെയിൽസ് കഴിഞ്ഞു, കൊട്ടേഷൻ കേസ് എത്തി, അത് സെൻഡ് ചെയ്തു. ദെൻ നമുക്ക് ചില കേസിൽ സോഷ്യൽ മീഡിയ വർക്കൊക്കെ ആണെങ്കിൽ മന്ത്ലി ഉണ്ടാവും, മന്ത്ലി പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആ സമയത്ത് നമുക്ക് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ മൊഡ്യൂളുണ്ട്, അത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ റിക്കറിങ് പ്ലാൻ ഉണ്ട്, മന്ത്ലി ആണോ അല്ലെങ്കിൽ ഇയർലി ആണോ എന്നൊക്കെ ഉള്ളത്. ആ മന്ത്ലി ആണെങ്കിൽ ഈ കോൺട്രാക്റ്റിന് അഗെയിൻസ്റ്റ് നമുക്ക് ഇൻവോയ്സ് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ഇൻവോയ്സ്. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് മൾട്ടിപ്പിൾ ഇൻവോയ്സസ് ചെയ്യാൻ പറ്റും. അത് ഓട്ടോമാറ്റിക്കലി റിമൈൻഡർ പോകും, അത് റിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ അപ്സെൽ ചെയ്യാം, അത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത് മന്ത്ലി ഉള്ള ക്യാമ്പയിൻസ് അല്ലെങ്കിൽ മന്ത്ലി ഉള്ള വർക്കിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും ഈ മൊഡ്യൂൾ. ദെൻ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഞാൻ ഡിസ്കസ് ചെയ്തു. പ്രൊജക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വർക്കിൽ വന്ന
ടോട്ടൽ വാല്യൂ എത്രയാണ്, അതിൽ വന്ന ടൈം ഷീറ്റ് എത്രയാണ്, എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട്, അതിൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണ്, ആ രീതിയിൽ. അതുപോലെ ഡെയിലി അതിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ പ്രോജക്റ്റിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാസ്ക് അനാലിസിസ് ഉണ്ട്, അതേപോലെ കസ്റ്റമർ റേറ്റിംഗ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ എന്താണ് ഫീഡ്ബാക്ക് തന്നത്, അതുപോലെ ഓരോ പ്രോജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി. നമുക്കിപ്പോൾ ഒരു വർക്ക് 30,000 ഒരു വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് വർക്ക് കിട്ടുകയാണ്, അതിൽ ഡൊമൈനിൻ്റെ ഹോസ്റ്റിങ്ങിൻ്റെ കോസ്റ്റ് നമ്മൾ കമ്പനിയാണ് കൊടുക്കുന്നതെങ്കിൽ അത് മൈനസ് ആവണം. അതുപോലെ ഒരു എംപ്ലോയി അതിൽ വർക്ക് ചെയ്യാണ്, ഒരാൾ ഒരു 10-20 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഹവർലി റേറ്റ് പ്രകാരം എത്ര കോസ്റ്റ് ആയിട്ടുണ്ട്, അത് ഒരു വർക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്നുള്ളത് ആ വർക്ക് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അതിന് ഓൺ ദ ഗോയിൽ നമുക്ക് അത് ലോസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരെ നമുക്ക് സിസ്റ്റം ത്രൂ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും എവിടെയാണ് പ്രശ്നം എന്നുള്ളത്. പിന്നെ ഉള്ളത് ടൈം ഷീറ്റ് ട്രാക്കിംഗ് ആണ്. അത് ടാസ്കിന് അഗെയിൻസ്റ്റ് ആണ്. നമുക്ക് എംപ്ലോയീസിന് അവർക്ക് ഡയറക്റ്റ്ലി ടൈം ഷീറ്റ് റിയൽ ടൈം ആയിട്ട് കൊടുക്കാം. ഇപ്പം ഒരു വെബ് ഡെവലപ്മെൻറ്റ് വർക്ക് വരികയാണ്, അപ്പോൾ ഒരു UI ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അയാൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ടൈം ഷീറ്റ് റിയൽ ടൈമായിട്ട് ടൈം ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇനി ഡെയിലിയാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡെയിലി ഡേറ്റ് കൊടുക്കുക, ഏത് പ്രോജക്റ്റ് ഏത് ടാസ്ക്കാണ് എത്ര അവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്, ആ രീതിയിലൊക്കെ ഇതിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കലി ബ്രൗസറിൽ ട്രാക്കിംഗ് വരുന്ന കേസാണ്. അത് എക്സ്റ്റൻഷനൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടൈം ഷീറ്റിൻ്റെ വരുന്നത്. പിന്നെ പ്രോഫിറ്റബിലിറ്റി ബൈ ക്ലയൻറ്റ്, അതുപോലെ ക്യാമ്പയിൻ മാനേജ്മെൻറ്റ്. ക്യാമ്പയിൻ്റെ കേസാണ് ഞാനിവിടെ പറഞ്ഞ സോഷ്യൽ മീഡിയ ആണെങ്കിലും അതേപോലെ തന്നെ ഈവൻ ഇമെയിൽ ആണെങ്കിലൊക്കെ നമുക്ക് ക്യാമ്പയിൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇമെയിൽ മാർക്കറ്റിങ്ങിൽ ഇവിടെ നമുക്ക് ക്യാമ്പയിൻസ് സെറ്റ് ചെയ്യാം, വിത്ത് ഡിസൈൻ, വിത്തൗട്ട് ഡിസൈൻ, ദെൻ റെസിപ്പിയൻറ്റ്, അവരുടെ മെയിലിംഗ് ലിസ്റ്റ് കാര്യങ്ങൾ. പിന്നെ ക്ലയൻറ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻസ് ഈ പറഞ്ഞ പോലെ ഇമെയിൽസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് നമുക്കിവിടെ റൈറ്റ് സൈഡിൽ സെൻഡ് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ പേര് ഇവിടെ കൊടുക്കാം, അവരെ മെൻഷൻ ചെയ്യാം, അവർക്ക് മെസ്സേജ് അയക്കാം. ആ ഇമെയിൽ ത്രെഡ് നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. ദെൻ അപ്രൂവൽസിൻ്റെ മൊഡ്യൂളുണ്ട്. ഇപ്പോൾ ഒരു നോർമലി ഒരു സെയിൽസുള്ള ഒരാൾ കൊട്ടേഷൻ അയക്കാണ് കസ്റ്റമർക്ക്, അപ്പോൾ അതിന് മുമ്പ് അപ്രൂവൽസ് വേണമെന്നുണ്ടെങ്കിൽ അപ്രൂവൽ മൊഡ്യൂൾ വെച്ചിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ദെൻ ഇൻവോയ്സിങ് ആൻഡ് ഫൈനാൻസ്, ഡെഫിനറ്റ്ലി അക്കൗണ്ടിങ്ങിൽ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ ഇൻവോയ്സ്, അതുപോലെ തന്നെ സപ്ലയർ. ഈവൻ നമുക്കിപ്പം ചില വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത വർക്കുകൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഓവറോൾ ഒരു വലിയൊരു വർക്ക് വരികയാണ്, ഒരു സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്. അതിൽ മേ ബി വീഡിയോ എഡിറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് കൂടെ അതിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫ്ലുവൻസറെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർക്ക് നമ്മൾ കസ്റ്റമർക്ക് നമ്മൾ ഇൻവോയ്സ് കൊടുക്കും, അതേപോലെ തന്നെ ഈ ഇൻഫ്ലുവൻസർ നമുക്ക് ഇൻവോയ്സ് വരും. അപ്പോൾ അത് നമ്മൾ ബില്ലാക്കിയിട്ട് സിസ്റ്റത്തിലേക്ക് ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എക്സ്പെൻസുകളും ഇൻകവും ഒക്കെ ഇതിൽ ട്രാക്ക് ചെയ്യാം. ദെൻ റിപ്പോർട്ടിംഗ് ആസ് പെർ റെഗുലേഷൻ, ഏത് കൺട്രിയിലാണോ നിങ്ങൾ കമ്പനി ഉള്ളത് അത് പ്രകാരമുള്ള ഫൈനാൻസ് റിപ്പോർട്ട്സ്, ടാക്സ് റിപ്പോർട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ദെൻ എക്സ്പെൻസ് മാനേജ്മെൻറ്റ് ഉണ്ട്. അതുപോലെ എംപ്ലോയി മാനേജ്മെൻറ്റ് നമ്മളെ സ്റ്റാഫുകളെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അവരുടെ സാലറി, അവരുടെ ഡോക്യുമെൻറ്റ്സ്, അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ്, അവരുടെ അവർലി റേറ്റ് എത്രയാണ്. ഇപ്പോൾ ഫ്രീലാൻസർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അവരെയും കൂടെ നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രീലാൻസർ ആകുമ്പോൾ എംപ്ലോയി ടൈപ്പ് എന്നുള്ളത് നമുക്കിവിടെ ഇൻറ്റേൺ ആക്കാം. അതുപോലെ തന്നെ സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ അതല്ല കോൺട്രാക്റ്റ് എംപ്ലോയി ആണ്, അവരുടെ സാലറി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കാൻ പറ്റും. ദെൻ നമുക്ക് വെബ്സൈറ്റ് ആൻഡ് ഫോംസ് പറഞ്ഞു, ഇമെയിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ, ഹെൽപ്പ് ഡെസ്ക് ആൻഡ് സപ്പോർട്ട്. ഇത് ആഫ്റ്റർ സെയിൽസ് സർവീസ് മീൻസ് നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ഒക്കെ ഉണ്ടാവും. ആ വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന് ടിക്കറ്റിംഗ് സിസ്റ്റം കൊടുക്കാൻ പറ്റും, ഹെൽപ്പ് ഡെസ്ക്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ചെയ്ത് കൊടുത്ത ഒരു കസ്റ്റമർ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും റെഗുലറായിട്ട് അങ്ങനെ ഇഷ്യൂസ് വരില്ല, എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരികയാണ്, സെർവർ ഡൗൺ ആയി അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് ആഡ് ചെയ്യണം, അങ്ങനെയൊക്കെ വന്നിട്ട് നമ്മൾ AMC പീരീഡിൻ്റെ ഉള്ളിൽ തന്നെയുള്ള എന്തെങ്കിലും സർവീസസ് ആണെങ്കിൽ അവർക്ക് ടിക്കറ്റ് റൈസ് ചെയ്യാനും ആ ടിക്കറ്റ് നമുക്ക് മോണിറ്റർ ചെയ്യാനും ആ ടിക്കറ്റിനെ ടാസ്ക് ആക്കാനും അതിൻ്റെ ട്രാക്കിങ്ങും എല്ലാം കൂടെ നമുക്ക് ഈ ഹെൽപ്പ് ഡെസ്കിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. ദെൻ ഡോക്യുമെൻറ്റ്സ്, ക്ലയൻറ്റ് പോർട്ടൽ, ഡാഷ്ബോർഡ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഡാഷ്ബോർഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ മൊഡ്യൂൾ വൈസ് തന്നെ ഇവിടെ റിപ്പോർട്ടുണ്ട്. എക്സാമ്പിൾ സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺട്രാക്റ്റ് പറഞ്ഞു, മന്ത്ലി എത്രയാണ് റിക്കറിങ് റവന്യൂ, അതിൽ എത്ര കോൺട്രാക്റ്റ് അവൈലബിൾ ആണ്, കസ്റ്റമർ ലൈഫ് സ്പാൻ, അതുപോലെ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ. ദെൻ മന്ത്ലി റിക്കറിങ് MRR എന്ന് പറഞ്ഞാൽ മന്ത്ലി റിക്കറിങ് റവന്യൂ ബൈ റെക്കറൻസ്. ദെൻ അതുപോലെ തന്നെ ഓരോ രീതിയിലുള്ള സെയിൽസ് ടീം വൈസ് ടോപ്പ് കോൺട്രാക്റ്റുകൾ, ടോപ്പ് പ്രൊഡക്റ്റുകൾ, ടോപ്പ് സർവീസുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റും. അതുപോലെ MRR എവല്യൂഷൻ, നമുക്ക് പുതിയതായിട്ട് വരുന്ന കോൺട്രാക്റ്റും അതിൻ്റെ ചേൺ റേറ്റും കാര്യങ്ങളൊക്കെ. ദെൻ റിട്ടൻഷൻ, സെയിൽസ് പേഴ്സൺ വൈസ്, ലീഡ്സ്, പൈപ്പ് ലൈൻ, എല്ലാം ഈ ഡാഷ്ബോർഡിൽ തന്നെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് പീരീഡ്സ് സെലക്ട് ചെയ്യാം.
സോ ഇങ്ങനെയാണ് ആ ഒരു ഡാഷ്ബോർഡിൻ്റെ സെറ്റപ്പ് വരുന്നത്. പിന്നെ മൾട്ടി കമ്പനി, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കമ്പനി ഉണ്ട്. ഇന്ത്യയിലൊരു കമ്പനി ഉണ്ട്, അതുപോലെ UAE വേറൊരു കമ്പനി ഉണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ കമ്പനി ഉണ്ടെങ്കിൽ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ കൺട്രി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അത് മാനേജ് ചെയ്യാൻ പറ്റും. ദെൻ ഇൻ്റഗ്രേഷനാണ്. ഇൻ്റഗ്രേഷൻ നമുക്കിപ്പം സോഷ്യൽ മീഡിയ ഒക്കെ ആണെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, അതുപോലെ പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്ലി നമുക്ക് ഇൻ്റഗ്രേഷൻ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഇതിലുള്ള ഏകദേശം എല്ലാ മൊഡ്യൂളുകളും ആ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേമിന് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം മൊഡ്യൂൾ വൈസ് പോകുകയാണെങ്കിൽ ഡിസ്കസ് നമുക്ക് സ്ലാക്ക് പോലെ യൂസ് ചെയ്യാം ഇൻ്റർണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. മീറ്റിംഗ് റൂം, നമുക്കൊരു വലിയൊരു ഓഫീസുണ്ട്, അവിടെ ഒരു മീറ്റിംഗ് റൂമുണ്ട്. അപ്പോൾ ഇതിൽ മാർക്കറ്റിംഗിൽ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയക്ക് വേറെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവാം, കോണ്ടൻറ്റിന് വേറെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവാം, വീഡിയോ എഡിറ്റിങ്ങിന് വേറെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പം ഇവരുടെയൊക്കെ ക്ലയൻസിൻ്റെ മീറ്റിംഗ് ഒക്കെ ഓഫീസിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മീറ്റിംഗ് റൂമിൽ ബുക്കിംഗ് ചെയ്യാൻ പറ്റും, ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ആ ഷെഡ്യൂളിനനുസരിച്ചിട്ട് ആയിരിക്കും അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദെൻ കലണ്ടർ, അപ്പോയിൻമെൻറ്റ്സ്, ടു ഡു ലിസ്റ്റ്, നോളജ് ഈസ് ലൈക്ക് എ നോഷൻ. നമുക്ക് ഇതിൽ ഡോക്യുമെൻറ്റുകൾ, പ്രസൻറ്റേഷൻസ്, പ്രപ്പോസൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് AI മൊഡ്യൂൾ ഇവിടെ കാണാൻ പറ്റും. AI യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇൻറ്റേർണലി ഉള്ള ERPൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യാൻ പറ്റും. Then this nothing required. And accounting, then equity. It is a public limited company, നമുക്ക് equity യൂസ് ചെയ്യാം. Then databases, document, project time sheet explain ചെയ്തു. Then resource planning. This planning മൊഡ്യൂൾ നമുക്ക് ഇപ്പോൾ ഒരു പ്രോജക്റ്റിലേക്ക് ഇപ്പോൾ അടുത്തൊരു 6 മന്തിലേക്ക് ഒരു വർക്ക് വരികയാണെങ്കിൽ ഇന്ന സ്റ്റാഫ് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് നമുക്ക് അല്ലെങ്കിൽ ഷെഡ്യൂളിങ് ചെയ്യാൻ പറ്റും. ഓരോ എംപ്ലോയിൻ്റെ ഡീറ്റെയിൽസ്, അവരുടെ ഏത് ഡേറ്റിലാണ്, അതുപോലെ തന്നെ ഏത് പ്രോജക്റ്റിലേക്കാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽഡായിട്ട് പ്ലാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഹെൽപ്പ് ഡെസ്ക്, വെബ്സൈറ്റ്, ലേണിംഗ്, ഇത് കോഴ്സൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയ, ഇതൊക്കെ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആണ്. ഇവൻറ്റ്സ്, അതുപോലെ സർവേസ് നമുക്ക് ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, കസ്റ്റമർ ഫീഡ്ബാക്ക് റേറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പർച്ചേസ് മെയിൻലി നമുക്ക് എന്തെങ്കിലും ഐറ്റംസൊക്കെ കമ്പനിയിലേക്ക് ഇപ്പോൾ കൺസ്യൂമബിൾ ഐറ്റംസ് വാങ്ങിക്കുകയാണ്, അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഒരു ഔട്ട്സോഴ്സിങ് വർക്ക് വരുമ്പം അവർക്ക് പർച്ചേസ് ഓർഡർ അയക്കണമെങ്കിൽ അങ്ങനെ അയക്കാം. ഇൻവെൻട്രി ഇൻറ്റേർണൽ പർപ്പസാണ്. ദെൻ അങ്ങനെ വന്നു. ഇതിലുള്ള ഓൾമോസ്റ്റ് എല്ലാ മൊഡ്യൂളുകളും ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. HR സൈഡിലേക്ക് വരികയാണെങ്കിൽ എംപ്ലോയി, പേറോൾ, അപ്രൈസൽസ്, അറ്റൻഡൻസ്, റിക്രൂട്ട്മെൻറ്റ്, ദെൻ റെഫറൽസ്, ഫ്ലീറ്റ്, വണ്ടികൾ ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാനാണ്. ടൈം ഓഫ് ലീവ് റിക്വസ്റ്റ് ആണ്, എക്സ്പെൻസ് മാനേജ്മെൻറ്റ്, ദെൻ ലഞ്ച്. ഇപ്പം കമ്പനീൻ്റെ ഉള്ളിൽ ഒരു ലഞ്ച് പാർട്ടി വെക്കുകയാണ്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ട്രീറ്റ് നടക്കുകയാണ്, ആ സമയത്ത് നമുക്കത് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ഐറ്റംസാണ് ഓർഡർ ചെയ്യേണ്ടത്, അതിൻ്റെ ഡിവിഷൻ, അതിൽ ഓരോരുത്തർ എത്രയാണ് സ്പ്ലിറ്റ് ഇടേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ പറ്റും. ദെൻ സിഗ്നേച്ചർ, ഡിജിറ്റൽ സിഗ്നേച്ചർ, ഡോക്യുമെൻറ്റുകൾ നമുക്ക്, അല്ലെങ്കിൽ ഡിജിറ്റൽ കോൺട്രാക്റ്റുകൾ ഓരോരുത്തരുടെ സിഗ്നേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ദെൻ അപ്രൂവൽസ്, വാട്സപ്പ് ഇൻ്റഗ്രേഷൻ ഉണ്ട്. വാട്സപ്പ് ഇൻ്റഗ്രേഷനിൽ നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷനിൽ ഇൻട്രാക്റ്റീവ് ടെംപ്ലേറ്റും കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കണ്ടീഷൻസ് വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. ദെൻ മെസ്സേജ് ടെംപ്ലേറ്റ്, അത് വാട്സപ്പ് അക്കൗണ്ടായിട്ട്, മൾട്ടിപ്പിൾ അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്യാം. സോ ഓവറോൾ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഓഡോ ഞാൻ പറയുന്നത് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ്. ഓൾ ഇൻ വൺ സൊല്യൂഷൻ ഇൻക്ലൂഡിങ് ഫൈനാൻസ്, HR, എവരിത്തിങ്. ഇൻ്റഗ്രേഷൻ ഓൾസോ ഹൈലി പോസിബിൾ. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പം ഓഡോൻ്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു വർക്കിൽ വന്ന് പ്രോഫിറ്റബിലിറ്റി ആണെങ്കിലും, മാനേജ്മെൻറ്റ് സൈഡ് ആണെങ്കിലും, എംപ്ലോയി ലെവലാണെങ്കിലും ഒക്കെ ഓഡോ ഈസ് ബെസ്റ്റ് സൊല്യൂഷൻ ഫോർ എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, അതുപോലെ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.